അതെ, എന്നെ കേൾക്കുന്ന താല്പര്യ ആൾക്കാര് ഒരു 2 മിനിറ്റ് സമയം തരും എനിക്ക്. അതൊന്നുമല്ല, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നാട്ടിൽ നടക്കുന്നതാണല്ലോ CJP, കോക്രോച്ച് പാർട്ടിയുടെ സമരങ്ങള്. അപ്പൊ അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും അതിനെതിരെ ഇതായിട്ടും ഒക്കെ ഒരുപാട് കാണുന്നുണ്ട്. പക്ഷെ അതിപ്പോ വിദ്യാർത്ഥികളുടെ ഒരു പ്രശ്നം എന്നുള്ളത് മാറിയിട്ട് രണ്ട് മതങ്ങൾ തമ്മിലൊരു യുദ്ധങ്ങളിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് BJP-ക്കാരായിട്ടുള്ള കുറച്ച് ഹിന്ദു സഹോദരങ്ങളും പിന്നെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങളും ഒക്കെ പാടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാടായിട്ട് സോഷ്യൽ മീഡിയ തുറക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോ അത് കാണുമ്പോൾ നല്ലൊരു സങ്കടമുണ്ട്. അപ്പോ അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇടയിൽ ഞാനൊരു വീഡിയോ കണ്ടു. ഒരു സ്ത്രീ ഒരു ഫർദ കെട്ടിട്ട് ഒരു സ്ത്രീ നരേന്ദ്രമോദിയുടെ ഫോട്ടോ കൊണ്ടിച്ചിട്ട് അതിന് പൂമാലിട്ട് നടക്കെ പ്രതികരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ടൊക്കെ നമുക്ക് എല്ലാ എതിർപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. ജനാധിപത്യ നാടാണ്, ഒക്കെ ശരിയാണ്, നമുക്ക് പ്രതികരിക്കാനും സമരം ചെയ്യാനൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ രാജ്യം ഭരിക്കണ ഒരു ആളല്ലേ, അയാളെ കുറിച്ച് ഇങ്ങനെ ചെയ്യുമ്പോ ഇതൊക്കെ മറ്റു രാജ്യക്കാര് കാണും. അപ്പൊ അവരും ചിന്തിക്കില്ലേ ഇയാൾക്ക് ഇതാണോ നാട്ടില് വില കൊടുക്കണേന്ന്. അപ്പൊ ആലോചിക്ക്, ട്രംപ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ നാട്ടില് അവര് അമേരിക്ക പോലത്തെ രാജ്യത്ത് നിൽക്കുന്ന ഒരു പ്രസിഡന്റിന് പോയി നമ്മളൊരു പുല്ല് വില കൊടുക്കണില്ല. കാരണം അത്രയും കോലത്തിന് മൂപ്പര് മീഡിയയുടെ മുമ്പിൽ നിന്ന് കാണിച്ചു കൂട്ടണം, മൂപ്പരെ കുറിച്ച് മൂപ്പരെ നാട്ടുകാരെ ടൂക്കണം. ഇതന്നെയാണ് നമ്മുടെ രാജ്യത്തിന്റെ ഒരാളെ കുറിച്ച് മറ്റുള്ളവർ കാണാം. അതൊക്കെ വളരെ മോശപ്പെട്ട ഒരു കാര്യമല്ലേ. പിന്നെ അതിന്റെ അടിയിൽ ഇവരെ തെറി വിളിച്ചിട്ടും ഇവര് ഒരു ഫർദട്ടേന്റെ കാരണം കൊണ്ട് ഇവരെ മതത്തിനെ മുഴുവൻ കുറ്റം പറഞ്ഞിട്ടില്ല ആൾക്കാർ. അതിന്റെ ഇടയിൽ ഒരു സംഘി, ഒരു BJP മനോഭാവമുള്ള ആള് അല്ലെങ്കിൽ BJP-ക്കാരൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഇങ്ങനെ അംബേദ്കർ മുസ്ലിങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിട്ട്. എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നിങ്ങൾ പറഞ്ഞു പിടിപ്പിച്ചു വെക്കുന്നത്. നിങ്ങൾ വർഗീയത പറയുന്നത് പോട്ടെ, പച്ചയ്ക്ക് ഇരുന്നിട്ട് ജനങ്ങളെ നാട്ടുകാരെ തമ്മിൽ പോട്ടെ, മതം പറയുന്നത് പോട്ടെ, മറ്റുള്ളവരെ തരം താഴ്ത്തുന്നത് പോട്ടെ, മറ്റുള്ളവരെ മതത്തിനെതിരെ ആരാ നിങ്ങൾ ഇത് അംഗീകരിക്കണം? നിങ്ങൾ മതത്തിനെ നിങ്ങളതേ മാത്രം അംഗീകരിച്ചാൽ മതി. അംബേദ്കർ ഇപ്പൊ എങ്ങനെയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്? അയാൾ സംസാരിച്ചിട്ടുണ്ട്, അയാൾ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, മുസ്ലിങ്ങൾക്ക് വേണ്ടി സംസാരിച്ചിട്ടുണ്ട്, ഹിന്ദുക്കളിലും മുസ്ലിങ്ങളിൽ നിൽക്കുന്ന അനീതികളെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ എപ്പോഴും പലർക്കും അറിയാം അംബേദ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല ഉയർന്ന ജാതിക്കാർക്കും ചില പ്രത്യേക ആൾക്കാർക്കും അംബേദ്കറെ കണ്ടെടുത്താൽ കണ്ടുകൂടാ. കാരണം മൂപ്പര് സംസാരിച്ചു പോകുന്ന താഴ്ന്ന ജാതിക്കാർക്കും അവർ ഇതിനു വേണ്ടിയിട്ടാണല്ലോ. അപ്പൊ ഞാൻ ഇയാളെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോ പക്ക മുസ്ലിം വിരോധി ആണ്, മുസ്ലിങ്ങളെ കുറിച്ച് കുറ്റം പറഞ്ഞു. ഞാൻ ഇയാളെ പ്രൊഫൈലിൽ കയറി നോക്കിയപ്പോ കിടക്കണേ ദോഹേല പ്രവാസിയ, അറബി നാട്ടിൽ കിടന്ന് പണിയെടുത്തിട്ട് ഇവിടത്തെ പൈസ കൊണ്ട് അവിടുത്തെ പൈസ കൊണ്ട് കുടുംബം നോക്കി അവിടെ വീടും വെച്ച് മക്കളെയും പഠിപ്പിച്ച് പെണ്ണുങ്ങളെയും നോക്കിയ കുട്ടിയാന്നൊക്കെയാണ് മനുഷ്യൻ. മുസ്ലിങ്ങള് ലോകത്തിന് മുഴുവൻ ശാപാണ്. എന്താ അതിനാ പറയാ, അന്തസ് ഉണ്ടെങ്കിൽ, അഭിമാനം ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞതാ, ഈ മുസ്ലിങ്ങളെയോ മുസ്ലിം രാജ്യങ്ങളെയോ നിങ്ങൾ അംഗീകരിക്കുന്നില്ല, അവര് നിങ്ങൾക്ക് ശത്രുക്കളാണെങ്കിൽ അന്തസ് ഉള്ളവരാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതാത് മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ട് നമ്മുടെ സ്വന്തം ഭാരതത്തിലേക്ക് വാ, നമ്മുടെ രാജ്യത്തേക്ക് വാ, നമ്മുടെ ഹിന്ദു മതം തന്നെ നമ്മുടെ രാജ്യത്തേക്ക് വാ. എന്നിട്ട് വേണ്ടേ ഇങ്ങനെ നാട്ടുകാർ ചോദിക്കുന്ന നാളങ്ങളെടുത്ത് ആ സമയത്ത് സ്വന്തം അച്ഛന്റെ പേര് പോലും തപ്പിപ്പിടിച്ച് പറയാന്ന് പറഞ്ഞാൽ എന്തൊരു കഷ്ടമാണ് ഏട്ടന്മാരെ. അത് ആലോചിക്കും നിങ്ങൾ, ഇതൊക്കെ മോശമല്ല ഇതൊക്കെ.